പത്തനംതിട്ട കടമ്മനിട്ട മൗണ്ട് സിയോൺ കോളേജിൽ നിയമവിദ്യാർത്ഥിനിയെ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കോളേജിൽ നിന്ന് പുറത്താക്കി. CPM പെരിനാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജെയ്സൺ ജോസഫിനെയാണ് പ്രതിഷേധത്തെ തുടർന്ന് പുറത്താക്കിയത്. സുപ്രീം കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും ജെയ്സൺ ജോസഫിനെ പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം. ലോ കോളേജിൽ നടന്ന സംഘർഷത്തിനിടെ നിയമ വിദ്യാർത്ഥിനിയെ SFI DYFI നേതാവായ ജെയ്സൺ ജോസഫ് മർദ്ദിച്ചു. തുടർന്ന് വിദ്യാർത്ഥിനി ആറന്മുള പോലീസിൽ പരാതി നൽകി. പരാതി ലഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും DYFI നേതാവിനെതിരെ പോലീസ് കേസെടുക്കാതിരുന്നതും വിവാദമായി. പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാർത്ഥിനിയുടെ പരാതി ലഭിച്ച് 3 ദിവസങ്ങൾക്ക് ശേഷമാണ് അന്ന് പോലീസ് കേസെടുത്തത്. അതേസമയം SFIക്കാരുടെ പരാതിയിൽ വിദ്യാർത്ഥിനിക്കെതിരെ മണിക്കൂറുകൾക്കകം കേസെടുക്കുകയും ചെയ്തു. കേസിൽ ജാമ്യാപേക്ഷയുമായി ജെയ്സൺ ജോസഫ് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത്. കോടതി ജാമ്യാപേക്ഷ തള്ളിയെങ്കിലും ജെയ്സൺ ജോസഫിനെ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കോളേജിലും ഇയാൾ സ്വൈര്യവിഹാരം നടത്തുന്നു. ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തിയതോടെ കോളേജിൽ സംഘർഷാവസ്ഥയായി. പ്രതിഷേധം കടുത്തതോടെ ജെയ്സൺ ജോസഫിനെ കോളേജിൽ നിന്നും പുറത്താക്കി നടപടി സ്വീകരിക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. തൽക്കാലത്തേക്കുള്ള തീരുമാനം പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ കുട്ടികൾ ആവശ്യപ്പെട്ടതുപോലെ ഡിസ്മിസ് ചെയ്യാന്നുള്ള തീരുമാനം അപ്പോൾ അതിപ്പോൾ അറിയിക്കുമായിരിക്കാം. കാര്യം ഞാൻ അതിൻ്റെ മാനേജ്മെൻറ്റ് ഫോർമാലിറ്റി അനുസരിച്ച് ചെയ്യും. അതിൻ്റെ പേപ്പറൊക്കെ ഉണ്ട്, അത് പ്രിൻസിപ്പൽ തയ്യാറാക്കുന്നുണ്ട്. ചെയർമാനാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഓക്കെ എന്ന് പറയാൻ പറഞ്ഞു. കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് DYFI നേതാവിനെ സംരക്ഷിക്കുകയാണെന്ന ആരോപണവും ശക്തമായി ഉയരുന്നുണ്ട്. ഈ സമരം വിജയിച്ചതിൻ്റെ ഏറ്റവും വലിയ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. നിളയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ള ഒരു സമര പോരാട്ടം നമ്മൾ കഴിഞ്ഞ 4 മാസം മുമ്പ് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനെതിരെ നോൺ ബെയിലബിൾ ഒഫൻസിലിട്ട പല വ്യക്തികളും ഇതിനകത്ത് നിന്ന് നിൽപ്പുണ്ട്. അതിനി ഞങ്ങൾക്ക് വേണം. ഈ സമരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ജെയ്സനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇനിയും സമരം തുടരും. ഈ മാനേജ്മെന്റ് ഇങ്ങനൊരു നിലപാട് അല്ലെങ്കിൽ ഒരു നടപടി എടുക്കുന്നതിനാണ് ഇങ്ങനത്തെ ഒരു സമരം. ആ സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് ഇന്ന് വിജയിക്കുക തന്നെ ചെയ്തു. ഞങ്ങൾക്ക് ജെയ്സൺ ജോസഫിനെ ഡിസ്മിസ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിഞ്ഞത്. പക്ഷേ അത് റിട്ടേൺ ഒരു ലെറ്ററായിട്ട് ഒരു സർക്കുലറായിട്ട് കിട്ടാതെ ഞങ്ങൾ ഇവിടെ പോകുന്നില്ല. റിട്ടേൺ ഇപ്പോൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നതായിരിക്കും. ജനം, പത്തനംതിട്ട.